ഇത് തിരുവനന്തപുരം സ്വദേശിയായ മിഷണറി പ്രവർത്തകൻ ജാഫ്രി സെൽവാനോസ്. മദ്യപാന ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ട് തകർന്നു പോകേണ്ടിയിരുന്ന ഒരു ജീവിതം. എന്നാൽ യേശുവിൻ്റെ കരം തൊട്ടപ്പോൾ അത്ഭുതകരമായ വിടുതലാണ് ജാഫ്രിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇന്നെൻ്റെ ടെസ്റ്റിമണി പറയുവാനായിട്ട് ദൈവം അവസരം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് ജാഫ്രി സെൽവാനോസ് എന്നാണ്. എൻ്റെ അപ്പൻ്റെ പേര് സെൽവാനോസ് എന്നാണ്. എൻ്റെ അപ്പൻ എയർപോർട്ട്സിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, ക്ലാർക്കായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വിട്ടുപോന്നു. വൈദ്യചികിത്സയൊക്കെ കൊണ്ടാണ് പിന്നെ ജീവിച്ചത്. ഞാൻ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സൈക്കിൾ ഷാപ്പാണ് ഞാൻ ഇട്ടിരുന്നു. അതിലെ 12 സൈക്കിള് റീഫിറ്റിങ്, റീപെയിൻറ്റിങ്, കരി, വിറവ്, വൈക്കോല്. അതിൽ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ഈ ജോലിക്കല്ല വിളിച്ചിരിക്കുന്നത്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഇത് മദ്യപിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിയില്ല. പെട്ടെന്ന് എൻ്റെ കടയെല്ലാം പൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. വണ്ടിയൊക്കെ ഇടിച്ച് പൊട്ടിച്ച് കൊണ്ടുവരും. വിറവ് വാങ്ങിക്കൊണ്ടുപോയ പൈസ തരത്തില്ല. അങ്ങനെ പെട്ടെന്ന് അന്നത്തെ ഒരു 10,000 രൂപ ലോൺ എടുത്താണ് ആ കട നടത്തിയത്. അപ്പോൾ അന്നത്തെ 10,000 രൂപ എന്ന് പറയുന്നത് വട്ടപ്പാറ അന്ന് 1000 രൂപയേ ഉള്ളൂ. ഇപ്പോഴും 15 ലക്ഷം രൂപ വട്ടപ്പാറയുണ്ട്. അങ്ങനെ ഇന്നത്തെ 1.5 കോടി രൂപ അന്ന് നഷ്ടമായി. തുടർന്ന് പല ജോലികളും ചെയ്തു, കെട്ടിടത്തിൻ്റെ വർക്ക്. അങ്ങനെ സുവിശേഷ വേലയ്ക്ക് പോകാതിരിക്കാൻ മാക്സിമം വർക്കുകളൊക്കെ ചെയ്തു. ഒരു കെട്ടിടത്തിൽ നിന്നൊക്കെ വീണു. എൻ്റെ ചട്ടത്തിൻ്റെ ഭാഗം ഇടിച്ചു. അവിടെ നിന്നൊക്കെ ദൈവം വിടുവിച്ചു. നടക്കാനായിട്ട് ദൈവം ഇടയാക്കി. തുടർന്ന് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയില്ല. എൻ്റെ മൂത്ത മകൻ, എനിക്ക് 2 പിള്ളേരാണ്, അതിൽ മൂത്ത മകൻ മരിച്ചുപോയി. കൊച്ചിലെ അസുഖങ്ങൾ, പനി, ചുമയൊക്കെ വന്നു. ഇങ്ങനെ പെട്ടെന്ന് ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ ശരിക്കും കിട്ടിയുമില്ല. അങ്ങനെ അവൻ മരിച്ചുപോയി. പിന്നെ എനിക്കൊരു മോളെ കിട്ടി. അവൾ വിവാഹം കഴിഞ്ഞ് അവൾക്കൊരു കുഞ്ഞുണ്ട്, ഭാര്യയുണ്ട്. അപ്പോൾ ഈ സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ പിന്നീടാണ് ഇറങ്ങിയത്. അങ്ങനെ വടക്കേ ഇന്ത്യയിലും ജാർഖണ്ഡ്, ദുംഗ, UP, നേപ്പാളിൽ, തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളിലൊക്കെ പോകാനായിട്ടൊക്കെ ദൈവം സഹായിച്ചു. അടുത്ത കാലത്ത് ഈ സുവിശേഷ വേലയോട് ഉള്ള ബന്ധത്തിലും ആരാധനയ്ക്കൊക്കെ പോകാതിരുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. അന്ന് പല ദുശ്ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മദ്യപാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ദൈവം എനിക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായാൽ, ഇല്ലെങ്കിൽ ദൈവത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, കാണാൻ കഴിഞ്ഞാൽ, ദൈവം ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഈ വേല ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിൽ. അങ്ങനെ ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ വെളുപ്പാൻ രാവിലെ ഒരു ദർശനം കണ്ടു. കർത്താവായ യേശുവിനെ കാണാനിടയായി. അപ്പോൾ കർത്താവായ യേശുവിനെ കണ്ടപ്പോൾ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായി. ഞാനൊരു മരിച്ചവനെ പോലെയായി. പിന്നെ ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ്. കഞ്ചാവെല്ലാം മാറി. പിന്നെ ബീഡി, ജോലി ചെയ്യുമ്പോൾ സ്ഥിരം ബീഡി, അന്നത്തെ കാജ ബീഡി, ദിനേശ് ബീഡി എന്നൊക്കെ പറയും, അതൊക്കെ തനിയെ അങ്ങ് മാറി. ജീവിതത്തിൽ പിന്നെ ഒരുപാട് മദ്യപാനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ തനിയെ അങ്ങ് മാറി. എനിക്ക് മാറ്റാനൊന്നും കഴിയാത്തതായിരുന്നു. എന്നാൽ ഈ കർത്താവായ യേശുവിനെ കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടായി, വ്യത്യാസമുണ്ടായി. അങ്ങനെ ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയും ഏകദേശം 38 കൊല്ലം ഒരു സഭയിൽ തന്നെ പുഞ്ചക്കരിയിൽ ശുശ്രൂഷകനായിരുന്നു. അങ്ങനെ പിന്നീട് അവിടെ നിന്ന് ട്രാൻസ്ഫറായി ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി ചർച്ച്, സ്ഥലം തേക്കമ്മൂട് ബണ്ടെന്ന് പറയും. അവിടെ 4 മണി മുതൽ ഞായറാഴ്ച ഒരാരാധന നടന്നു വരുമ്പോഴൊരു പ്രാർത്ഥനയിലാണ് അവിടെ. അപ്പോൾ തന്നെ കർത്താവിൻ്റെ വേലയിൽ പലയിടത്തും പൊയ്ക്കൊണ്ടിരിക്കുന്നു. പല അനുഭവങ്ങളും എന്നെ നേരിട്ടു. ഒരനുഭവം എന്ന് പറയുന്നത് 2002 കാലഘട്ടങ്ങളിൽ ഞാനൊരു ആരാധനയ്ക്ക് പോകുമ്പോൾ
തമ്പാനൂർ വെച്ച് റെഡ് സിഗ്നൽ കണ്ടു, വണ്ടി നിർത്തി. പച്ച കണ്ടപ്പോൾ വണ്ടി എടുത്തു. വണ്ടിയുടെ കുറുക്കെ ഒരാൾ ചാടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തല വന്ന് എൻ്റെ ഇടത്തെ ഭാഗത്ത് അടിച്ചു. അങ്ങനെ കുത്തിക്കെട്ടി വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ എനിക്ക് കാഴ്ച കാണാൻ കഴിയാതെ മങ്ങലായി. ബസ്സിലെ ബോർഡൊന്നും കാണാൻ കഴിയുന്നില്ല, ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല, ഒരു ഇരുണ്ട രൂപമായിട്ട് മാറി. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഇനി ശുശ്രൂഷയില്ല, സുവിശേഷ വേല ചെയ്യാൻ പറ്റത്തില്ല, ആരാധനയ്ക്ക് പോകാൻ പറ്റത്തില്ല, സങ്കീർത്തനം വായിക്കാൻ പറ്റത്തില്ല, ആളുകളെ കാണാൻ പറ്റത്തില്ല, ഇനി ഇതോടുകൂടി ശുശ്രൂഷക്കൊക്കെ പോകാൻ പറ്റുകയില്ല എന്ന് വിചാരിച്ചു. എന്നാൽ ഒരു ഞായറാഴ്ച ദിവസം ഞാൻ ആരാധനയ്ക്ക് മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ബൈബിളിൽ കർത്താവായ യേശു കുരുടർക്ക് കാഴ്ച കൊടുത്തു, മുടന്തരെ നടക്കുമാറാക്കി, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, ഭൂതബാധിതരെ വിടുവിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, ചെകിടർക്ക് കേൾവി കൊടുത്ത കർത്താവ് എൻ്റെ കണ്ണിന് പ്രശ്നം എനിക്ക് സൗഖ്യമാക്കാനായിട്ട് കഴിയും എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ആ ഞായറാഴ്ച കർത്താവായ യേശു എൻ്റെ കണ്ണുകളിൽ തൊട്ടു. എനിക്ക് കാഴ്ച വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ബൈബിൾ വായിക്കാനൊക്കെ പറ്റി. ഇന്ന് ദൈവാത്ഭുതമായ വിടുതൽ കാഴ്ച തന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അതിനുശേഷം പോയി. പിന്നെ ഞാൻ ജാർഖണ്ഡ് ദുംഗയിൽ 4 പ്രാവശ്യം പോകാനായിട്ട് ഇടയായി. അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ പോകാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ കാഴ്ച തന്നത് പിന്നീട് എനിക്ക് ഈ കണ്ണാടി വയ്ക്കാതെ, എനിക്ക് ഏകദേശം 65ഓളം വയസ്സായി. അപ്പോൾ കണ്ണാടി വയ്ക്കാതെ എനിക്ക് ബൈബിളൊക്കെ വായിക്കാൻ സഹായിച്ചത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിടുതലും സൗഖ്യവും ഞാൻ അനുഭവിച്ചതുകൊണ്ടാണ്. ഈ മെയ് മാസം, ഈ 2025 മെയ് മാസത്തിൽ ഒരു പനി ഉണ്ടായി. ആ പനി ഇൻഫെക്ഷനായി, കാല് രണ്ടും കൊണ്ട് പൊള്ളി മരിച്ചു പോകുമെന്നുള്ള ഒരു അനുഭവം. അങ്ങനെ എൻ്റെ അനിയനെ വിളിച്ച് പറഞ്ഞു, ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം. പിന്നെ എൻ്റെ കല്ലറയുണ്ട് ഞങ്ങൾക്ക്, അതെല്ലാം ക്രമീകരിക്കാനായിട്ടൊക്കെ പറഞ്ഞു. അങ്ങനെ രാത്രി കിടക്കുമ്പോൾ ഒരു ദൈവവചനം, ദൈവശബ്ദം അത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. നീ മരിക്കയില്ല, ജീവിച്ചിരുന്ന് യഹോവയുടെ പ്രവർത്തികൾ വർണ്ണിക്കും. അങ്ങനെ ആ വചനത്തിൽ ഞാൻ വിശ്വസിച്ചു. ഞാൻ മരിക്കില്ല, ജീവിച്ചിരുന്ന് യഹോവയുടെ പ്രവർത്തികൾ വർണ്ണിക്കും. അങ്ങനെ ദൈവം മരണത്തിൻ്റെ ഒരു വലിയ അനുഭവത്തിൽ നിന്ന് വിടുവിച്ചു. എൻ്റെ കാലൊരു സർജറിയെല്ലാം കഴിഞ്ഞു. ഞാനിപ്പോൾ വലത്തെ കാല് കെട്ടിവെച്ചിരിക്കുകയാണ്. സർജറിയെല്ലാം സക്സസ് ആയിരുന്നു. അങ്ങനെ ദൈവം ഭയങ്കരമായ അത്ഭുതങ്ങൾ ജീവിതത്തിൽ നൽകുവാൻ തക്കവണ്ണം ഇടയായി. കർത്താവായ യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഈ യേശു വീണ്ടും വരുമെന്നുള്ളതായ ആ അനുഭവം മറ്റുള്ളവരോട് പറയുവാനായിട്ട് ദൈവം ഇടയാക്കിയത് എൻ്റെ അനുഭവമാണ്. ഉന്നതസ്വരം 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളനാദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരും മരിച്ചവരും രൂപാന്തരപ്പെടും. അങ്ങനെ നാം എല്ലാവരും കർത്താവിനോടുകൂടെ ആയിരിക്കും എന്നുള്ള ആ വചനം അനേകരോട് പറയാനൊക്കെ ദൈവം എന്നെ സഹായിച്ചത് എൻ്റെ അനുഭവമാണ്. ആകാശത്തിൻ്റെ താഴെ ഭൂമിയുടെ മുകളിൽ മാനവരാശിയെ രക്ഷിക്കാൻ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറെ ഒരു നാമമില്ല യാമേ എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഞാൻ അനേക വ്യക്തികളിലൊക്കെ, മനുഷ്യരിലും ലോകത്തിലൊക്കെ ആശ്രയിച്ചിട്ടുണ്ട്. എന്നാൽ കടഭാരം വരുമ്പോഴും രോഗം വരുമ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോയപ്പോഴും മനുഷ്യർക്കാർക്കും എന്നെ സഹായിപ്പാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ സഹായിക്കുന്ന സർവശക്തനായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടിയുള്ളതായ ആ രക്ഷയും സഹായവും വിടുതലും
എനിക്ക് വളരെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. രക്ഷയെന്ന് പറയുന്നത് ദാനമാണ്. ആ രക്ഷ എനിക്ക് സൗജന്യമായിട്ട് ദൈവം നൽകി എന്നുള്ളതാണ്. അത് എൻ്റെ ജീവിതത്തിൽ സൗജന്യമായ ആ രക്ഷ ലഭിച്ചപ്പോൾ അനേകർക്ക്, രോഗികൾ, അനേക കുഞ്ഞുങ്ങൾക്ക്, അനേകർക്കൊക്കെ അത് ആശ്വാസവും വിടുതലിനും കാരണമായി തീരുവാനായിട്ട് കഴിഞ്ഞു. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടിയുള്ളതായ വിശ്വാസങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം ആണ്. കാരണം അവർ യേശുവിനെ ശരിക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടവർക്ക്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും അവർക്ക് പിന്മാറുവാൻ കഴിയത്തില്ല. കാരണം കർത്താവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹങ്ങളും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവൻ 119 സങ്കീർത്തനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ കൽപ്പനകളെ സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എന്നാണ്. കർത്താവിൻ്റെ കൽപ്പനകളെ, വചനത്തെ വിശ്വസിക്കുന്നവർക്കും അനുസരിക്കുന്നവരും ഒരിക്കലും ലജ്ജിക്കുവാൻ ഇടയാകുകയില്ല. നമ്മെ ലജ്ജിപ്പിക്കാതെ എവിടെയും നടത്തുവാനും കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് രോഗശാന്തിയുണ്ട്, ഭൂതശാന്തിയുണ്ട്, വിടുതലുണ്ട്. കർത്താവായ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ഇന്നും ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് വരും ലോകത്ത് സംഭവിക്കുവാൻ പോകുന്നതായ വലിയൊരു സംഭവം ഇതാണ്: കർത്താവിൻ്റെ വരവ് എന്നുള്ളതാണ്. കർത്താവായ യേശു ഗലീല പുരുഷന്മാർ നോക്കി നിൽക്കുമ്പോഴാണ് ഒലിമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്നത്. മേഘങ്ങളെ വാഹനമാക്കി സ്വർഗത്തിലേക്ക് യേശു പോവുകയാണ്. യേശു പോകുമ്പോൾ ശിഷ്യന്മാരൊക്കെ കരയുകയാണ്. ദൂതന്മാരോട് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? കർത്താവായ യേശു സ്ഥലമൊരുക്കുവാൻ പോകുന്നു. അവൻ സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നത് പ്രയോജനം. ഞാൻ പോയാൽ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ പിതാവിൽ നിന്ന് വാങ്ങി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അവരുടെ ശിഷ്യന്മാർ വാഗ്ദത്തത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. 120 പേര് മർക്കോസിൻ്റെ മാളിക മുറിയിൽ വാഗ്ദത്തത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. എന്നാൽ അന്ന് 50-ാമത്തെ ദിവസം പെന്തക്കോസ്തു നാളായിരുന്നു. അന്ന് ആ പരിശുദ്ധാത്മാവ് അവരുടെ മേലെ ഇറങ്ങി. അവർ അന്യഭാഷകളിലും അവർ പുതുഭാഷകളിലും സംസാരിച്ചു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അവിടെ വലിയൊരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുക. അങ്ങനെ ആദ്യത്തെ സഭയിൽ 120 പേരാണ്. ആ സഭ പിന്നെ വളരുവാനിടയായി. ഇന്ന് കൊറിയയിൽ പോൾ ജോഗിച്ചയുടെ സഭയിൽ മാത്രം 12 ലക്ഷം പേരുണ്ട്. ആ സഭ വളരുവാനിടയായി. ഇന്ന് കോടി ആൾക്കാർ ആരാധിക്കുന്ന ആ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ട, യേശുവിൻ്റെ വരവിനെ മനസ്സിലാക്കിയ അനേക വിശുദ്ധന്മാർ അവർ കല്ലറകളിൽ പാർത്തും ഗുഹകളിൽ പാർത്തും അവർ പലരും ഛേദിക്കപ്പെട്ടിട്ടും അവരിന്നും വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിന് കാരണം കർത്താവിൻ്റെ വരവ് എന്നുള്ളതാണ്. ആകാശത്തിൻ്റെ താഴെ ഭൂമിയുടെ മുകളിൽ മാനവരാശിയെ രക്ഷിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറെ ഒരു നാമമില്ല. കർത്താവ് സർവശക്തനാണ്. കർത്താവ് പറഞ്ഞ് എന്നിൽ ആശ്രയിക്കുന്ന ഒരു നാൾ ലജ്ജിച്ചു പോകുകയില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. നിന്നെ തെറ്റായെന്നും അശുഭായെന്നും പറകൊണ്ട് ഞാൻ നിൻ്റെ മുറിവുകളെ കെട്ടും. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. പലപ്പോഴും മനുഷ്യർ നമ്മെ മറക്കും. നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ കടഭാരങ്ങൾ, നമ്മുടെ ദാരിദ്ര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ. മനുഷ്യർക്ക് പലപ്പോഴും നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, നമുക്ക് പണമുണ്ടെങ്കിൽ, നമുക്ക് സൗന്ദര്യമുണ്ടെങ്കിൽ മനുഷ്യർ നമ്മെ സ്നേഹിക്കും. പണം പോകുമ്പോൾ, ആരോഗ്യം പോകുമ്പോൾ മനുഷ്യരെല്ലാം നമ്മെ ഉപേക്ഷിച്ച് പോകുന്നതായ ഒരു സന്ദർഭമുണ്ട്. വളരെ കടഭാരങ്ങളിലൊക്കെ ഞാനായിരുന്നു.
ആ കടഭാരങ്ങളിൽ നിന്നൊക്കെ എന്നെ ദൈവം വിടുവിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എനിക്കിപ്പോൾ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് 12 സൈക്കിളുണ്ടായിരുന്നു. അതിൽ ഒരു സൈക്കിള് ഡൈനാമയൊക്കെ ഇട്ട് നല്ല മനോഹരമായ ഒരു സൈക്കിള് എടുത്തു വച്ചു. അത് സുവിശേഷ വേലയ്ക്ക് അതിലാണ് ഞാൻ പലയിടത്തും ആരാധനയ്ക്കും പോവുകയും ഒക്കെ ചെയ്തത്. ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ ആ സൈക്കിൾ ഒരാൾ മോട്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അങ്ങനെ ആ സൈക്കിള് മോട്ടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ വളരെ പ്രയാസപ്പെട്ടു. അപ്പോൾ എനിക്ക് ആ സൈക്കിൾ തിരിച്ചു കിട്ടണം. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഒരു പയ്യൻ വന്ന് ഈ സൈക്കിള് എടുത്തുകൊണ്ട് പോകുന്നത് എന്നെ കാണിച്ചു. അപ്പോൾ ഞാൻ പിറ്റേന്ന് രാവിലെ അവൻ്റെ അടുത്ത് പറഞ്ഞു, ആ സൈക്കിളിങ് തിരികെ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിന്നെ 4-5 പേരെയൊക്കെ കൊണ്ടുവന്ന് വലിയ പ്രശ്നങ്ങളായി. അപ്പോൾ എൻ്റെ അടുത്ത് ദൈവാത്മാവ് പറഞ്ഞു, അവൻ്റെ അടുത്ത് സംസാരിക്കണ്ട, നീ ഇപ്പോൾ നിനക്ക് വാഹനത്തെ തരാമെന്ന് പറഞ്ഞു. തുടർന്ന് പിന്നീട് എനിക്ക് കുറേ നാൾ വണ്ടിയൊന്നും ഇല്ലായിരുന്നു. പിന്നീട് എനിക്ക് ബൈക്ക് തന്നു, വാഹനങ്ങൾ തന്നു. ദൈവവേലയ്ക്ക് പിന്നെ അതിലൊക്കെ പോകാനായിട്ടിടയായി. അങ്ങനെ ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ സൈക്കിൾ വരെ നഷ്ടപ്പെട്ട ഒരു അനുഭവത്തിലാണ്. അതുകൊണ്ട് പറയാണ് ഞാൻ ദൈവവചനത്തിൽ കൂടെ ഓർപ്പിച്ചത്, അവനിൽ ആശ്രയിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് പറയാൻ കാരണം അതാണ്. നാം എന്തെല്ലാം നഷ്ടപ്പെട്ടിരുന്നാലും തക്ക സമയം പ്രവർത്തിക്കുകയും നമുക്ക് വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നതായ സർവശക്തനായ ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞിന് പാല് പോലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു സന്ദർഭമായിരുന്നു. എന്നാൽ ആ സമയത്ത് ആരും സഹായിച്ചതായിട്ട് അപ്പോഴൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാൽ പിന്നത്തതിൽ ദൈവം എനിക്ക് അനേക വഴികൾ തുറന്നു തരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഈ ദൈവത്തിന് നമ്മുടെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതായ പല അനുഭവങ്ങളുമുണ്ട്. ഞാനൊരു പുഞ്ഞക്കരിയിരിക്കുമ്പോൾ എൻ്റെ ഹോളെല്ലാം കുറച്ച് ആൾക്കാരെ എറിഞ്ഞ് പൊട്ടിച്ചു, അതിൻ്റെ ഷീറ്റെല്ലാം എറിഞ്ഞ് പൊട്ടിച്ചു. എന്നാൽ ആ എറിഞ്ഞ് പൊട്ടിച്ച ആൾ തന്നെ പിന്നെ എനിക്ക് ആ ഷീറ്റൊക്കെ ഇട്ട് തന്നു, ഗേറ്റെല്ലാം പിന്നെ ശരിയാക്കി തന്നു. അപ്പോൾ ദൈവം ആ പ്രവർത്തനങ്ങളിൽ ഒരിക്കലും മാറി നിന്നിട്ടില്ല. നമ്മുടെ കഷ്ടതയുടെ പ്രയാസങ്ങളുടെ നടുവിൽ ഈ കർത്താവ് കൂടെ ഇരുന്ന് കരം പിടിച്ച് വഴി നടത്തിയ അനുഭവങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ദൈവത്തിൻ്റെ കൃപ ഇതുവരെ ഉണ്ടായിരുന്നു. ഈ നിങ്ങളെ കാണുവാനൊക്കെ ഈ അവസരം തന്നതിന് ഞാൻ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അനേക കുഞ്ഞുങ്ങളില്ലാതെ മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം തലമുറകളെ ദൈവം കൊടുത്തിട്ടുണ്ട്. അവർക്ക് സൗഖ്യം ദൈവം കൊടുത്തിട്ടുണ്ട്. വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ദൈവം വീടുകളെ കൊടുക്കുന്നത് കണ്ട് ജോലിയില്ലാത്തവർ അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാലുള്ള വിടുതലും സൗഖ്യവും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ വളരെ കൂടുതലായിട്ട് RCCയിൽ കിടക്കുകയാണ്. ശ്വാസം മുഴുവൻ ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു വലിയ വ്യത്യാസത്തിൻ്റെ ഒരു സാക്ഷ്യം പറയുവാനായിട്ട് ഇടയായി. അങ്ങനെ ദൈവം ഇന്നും അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശു രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതബാധിതരെ വിടിവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവ് ഇന്നും നമ്മുടെ മധ്യേ ഉണ്ട്. കർത്താവ് എനിക്ക് വിടുതൽ തന്നതായ വലിയ അനുഭവം എന്ന് പറയുന്നത് ഒരു ആരാധനയ്ക്ക് കടന്നു പോകണം. അന്നെൻ്റെ കയ്യിൽ പൈസയില്ല. അപ്പോൾ ഞാൻ ചെല്ലാമെന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ തലേ ദിവസം സാധനങ്ങൾ വാങ്ങി തീർന്ന ഒരു അനുഭവമാണ്. അപ്പോൾ എൻ്റെ പോക്കറ്റിൽ ഒരു 100 രൂപ ഒരു പുതിയൊരു നോട്ട് ഇരുന്നു. അപ്പോൾ ഞാൻ അന്ന് ആരാധനയ്ക്ക് പോയപ്പോൾ ഈ സാക്ഷ്യം പറയണമോ വേണ്ടയോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോഴേ ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ദൈവാത്മാവ് തന്ന ഒരു ആലോചന, നിനക്ക് ഞാൻ ചെയ്തത് പറയാൻ പറഞ്ഞു. അവർ വിശ്വസിച്ചോ ഇല്ലയോ എന്നല്ല, നിനക്ക്
ദൈവം ചെയ്തത് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാനവിടെ പറഞ്ഞപ്പോൾ പിന്നത്തതിൽ ഞാൻ അവരിൽ കൂടി കേട്ടതായ സാക്ഷ്യം, അവർ ഈ പലർക്കും ഈ ഇല്ലാത്ത അനുഭവങ്ങൾ കൂടി ഇരുന്നപ്പോൾ ദൈവം തക്ക സമയം അവർക്ക് പ്രവർത്തിക്കുകയും അവർക്ക് വഴികളെ തുറക്കുകയും ചെയ്തതായ ചില അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ദൈവത്തിന് നമ്മുടെ ചിലർ ചോദിക്കാറുണ്ട്, നൂൽ കെട്ടി ഇറക്കി തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും. ദൈവത്തിന് നമുക്ക് പൈസ തരാനും ഏതാവശ്യം നടത്താനൊക്കെ കഴിയുമെന്ന് എൻ്റെ സാക്ഷ്യത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിൽ കരം പിടിച്ച് വഴി നടത്തുന്ന അനേക അനുഭവങ്ങളാണ് നമ്മുടെ സാക്ഷ്യത്തിലുള്ളത്. ഞാൻ കല്ലറ കാരേറ്റ് മങ്കയം 4 സെൻറ്റ് കോളനി, അവിടെ സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലും പോകുമ്പോൾ ആന ഇറങ്ങിയ സ്ഥലമാണ്. ആന നിന്ന് നിൽക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്ത് ആ കാട്ടിൽ നടിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ ആനയെ പിന്നെ കാണാൻ കഴിഞ്ഞില്ല. ആന അവിടെ നിന്ന് മാറിപ്പോയി. അങ്ങനെ പല അനുഭവങ്ങളിലും പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി മനസ്സിലാക്കുവാൻ രാത്രി സമയങ്ങളിലൊക്കെ സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ പന്നിക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആറുകാണി എന്ന് പറയുന്ന സ്ഥലത്ത് പന്നിക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഞങ്ങളുടെ 2 വണ്ടികൾ അകപ്പെട്ടുപോയി, 2 ബൈക്ക്. അപ്പോൾ ഈ പന്നികളിങ്ങനെ വരിയോടെ വരികയാണ്. സാധാരണ ഈ പന്നികളിങ്ങനെ കുത്തിമലത്തും വണ്ടികൾ ഇടിച്ചിടാറുണ്ട്, ഉപദ്രവിക്കാറുണ്ട്, ആളുകളെ ഉപദ്രവിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അടുത്ത് വന്നിട്ട് ഞങ്ങളെ നോക്കിയിട്ട് ഈ പന്നിക്കൂട്ടം ഇറങ്ങിപ്പോകാൻ. ഞാൻ ചിറമുക്കിൽ പോയപ്പോൾ തിരിച്ചു വരുമ്പോഴൊക്കെ ഒരു രാത്രി ഒരു പന്നിയുടെ ഇടയിലായിപ്പോയി. അത് ഒറ്റാനാണ്. അതെൻ്റെ വണ്ടിയുടെ അടുത്ത് വരെ വന്നു, എൻ്റെ ബൈക്കിൻ്റെ അടുത്ത് വരെ വന്നിട്ട് അത് പിറകോട്ട് വലിഞ്ഞു പോകുന്നതായിട്ട് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, നമ്മുടെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിൽ നിന്നും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഈ ദൈവത്തിന് വിടുവിക്കുവാൻ കഴിയും എന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്ക് വേണോ അവർ ആ പന്നിക്കൂട്ടത്തിൻ്റെ ഇടയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഈ പന്നിയുടെ ആക്രമണം ഭയങ്കരമാണ്. വണ്ടിയെല്ലാം ഇടിച്ച് പൊട്ടിക്കുമായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ ദൈവം സഹായിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം അപകടങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട്. ഞാൻ സുവിശേഷ വേലയ്ക്കൊക്കെ പോകാതെയൊക്കെ ഈ ജോലി ചെയ്ത് പോകാനായിട്ട് ഇരുന്ന് 2ാമത്തെ നിലയിൽ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കെട്ടിടത്തിൻ്റെ ഒരു പെയിൻറ്റിങ് വർക്ക് കോൺട്രാക്റ്റ് എടുത്തും കൂലിക്കൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. 2ാമത്തെ നിലയിൽ നിന്ന് വന്ന് വീണു. 2 പേരാണ് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു കുതിരയിൽ. അപ്പോൾ വന്ന് വീണു. എൻ്റെ ചട്ടം ഇടിച്ചു. ചട്ടത്തിൻ്റെ ഭാഗം ഇപ്പോഴും ഇടത് സൈഡ് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു, നീ എൻ്റെ വേലയ്ക്ക് കടന്നു പോകാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇതുവരെയും ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഓർത്ത് ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ശാരീരിക രോഗത്താൽ ഭാരപ്പെട്ട നാളുകളിൽ ദൈവം ഇറങ്ങി വന്ന് സൗഖ്യമാക്കിയ ഈ സാക്ഷ്യാനുഭവം ഇന്ന് അനേകരോട് പങ്കുവയ്ക്കുകയാണ് ഈ മിഷണറി പ്രവർത്തകൻ. യേശുവിൻ സ്നേഹം പകർന്നിടുവാൻ, യേശുവിൻ സാക്ഷിയായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാ